നമുക്ക് പ്രാർത്ഥനയിലേക്ക് പോകാം. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള നിൻ്റെ സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതരെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ ദിവസത്തെ മുഴുവനും അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഈ പ്രാർത്ഥനയുടെ അനുഗ്രഹങ്ങൾ അവകാശവും ഓഹരിയുമാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഞങ്ങൾക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവിൻ്റെ തിരുരക്തം നിങ്ങളെ തളിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വഴികളിലും വീടുകളിലും നിങ്ങളുടെ സഞ്ചാര പഥങ്ങളിലെ ദൈവത്തിൻ്റെ ദൂതന്മാർ, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനം, അതിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങൾ എവിടെയായാലും ഇന്ന് അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കൾ അവരുടെ കഴിവ് കൊണ്ട് ഈ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാവത്തില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആര് സഹായിക്കും, എങ്ങനെ സഹായിക്കുമെന്ന് സങ്കീർത്തകൻ ചോദിക്കുമ്പോൾ സങ്കീർത്തകനോട് പറയുന്ന മറുപടി ഇതാണ്: നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ. ലോകത്തിലുള്ള എല്ലാ സഹായങ്ങളും നിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താനുള്ള അടിയങ്ങളുടെ പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷക തൊഴിലാളികൾ, എല്ലാ മേഖലകളിലും കർത്താവെ, ബ്യൂറോക്രസി പ്രവർത്തിക്കുന്നവർ, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ അധികാരത്തിൻ്റെ ശ്രേണികളിലും പവറിലും ശക്തിയിൽ പ്രവർത്തിക്കുന്നവർ, അവരെല്ലാം നീ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഓരോ മനുഷ്യൻ്റെ ആവശ്യം എന്തു തന്നെയായാലും അത് മുഴുവനും ഏറ്റെടുക്കുകയും അത് മുഴുവനും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ, ഈ പ്രാർത്ഥന ആരെല്ലാം കൂടുന്നുവോ, എന്തിനെല്ലാം കൂടുന്നുവോ, ആരെല്ലാം ഇന്ന് വീടിൻ്റെ പുറത്തേക്ക് പോകുന്നുവോ, എന്തിനെല്ലാം പോകുന്നുവോ അവിടെ മേലെല്ലാം ദൈവത്തിൻ്റെ കൃപ ഇപ്പോൾ ആവശ്യിക്കട്ടെ. നിങ്ങളുടെ സംരംഭങ്ങൾ, ആലോചനകൾ, ചിന്തകൾ, സംസാരങ്ങൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ എല്ലാം യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടുകയും അവിടുത്തെ അഭിഷിദ്ധമായ രഥത്താൽ മുദ്രവെക്കപ്പെടുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവ്, നിന്നെ ആശ്രയിക്കുന്ന മക്കൾക്ക് കർത്താവ് അധിക ധൈര്യം, അധിക ബലം ലഭിക്കാൻ ഇടകൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വേലയും കൂലിയുമില്ലാതെ, ജോലിയും തൊഴിലുമില്ലാതെ വിഷമിക്കുകയും സാമ്പത്തിക ബാധ്യതകളെ വിഷമിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ഥലം വിൽക്കാൻ പോകുന്നവർ, വാങ്ങാൻ പോകുന്നവർ, അങ്ങനെയുള്ള എല്ലാ എഗ്രിമെൻറ്റിലും കോൺട്രാക്റ്റിലും ഏർപ്പെട്ടിരിക്കുന്ന ഡേറ്റ് കഴിഞ്ഞ് പോകുന്നതുകൊണ്ട് പേടിച്ച് ഉത്കണ്ഠപ്പെടുന്നവർ, കർത്താവെ, അവരെല്ലാം ആശുപത്രി കിടക്കുന്നവർ, ബൈസ്റ്റാൻഡറായി നിൽക്കുന്നവർ, അവരുടെ കൂടെ കർത്താവ് അവർക്ക് വേണ്ടി ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി ഉഴറി നടക്കുന്നവർ, എല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, കർത്താവ് വസ്ത്രം ധരിക്കാൻ ഇല്ലാത്തവർ, കർത്താവെ, അങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും കർത്താവ് ഈ പ്രാർത്ഥനയെ നീ പരിരംഭണം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ നീതിയേക്കാൾ വലിയ കരുണ, നിൻ്റെ യോഗ്യതയേക്കാൾ വലിയ കർത്താവിൻ്റെ വിശുദ്ധമായ യോഗ്യതയിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ നിലനിർത്തുകയും ചെയ്യട്ടെ.
പ്രാരാബ്ധങ്ങളും പ്രതിസന്ധികളും അതിജീവിക്കാൻ വേണ്ടി അഭിഷിക്തൻ ഈശോ എൻ്റെ 38 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷാധികാരത്തിൽ സർവോപരി കൃപാസന അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഞാൻ ഈശോ നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കുന്നത്. ഈ ആശീർവാദം അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ നടക്കുന്ന ഈ ആശീർവാദത്തിൻ്റെ ശക്തിയായ അടയാളങ്ങളും അത്ഭുതങ്ങളും ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും മാറുന്നതിന് വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാരകരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുനാമത്തിൽ മാറട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ രക്തം ഈ മക്കളുടെ മേൽ തളിക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ രക്തം ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഈ മക്കളിൽ തളിക്കണമേ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരിലും തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരിലും ഇപ്പോൾ ഉടമ്പടി ആയിരിക്കുന്ന എല്ലാവരുടെയും പേരും കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന് വലതുകരം സ്പർശിക്കണമേ. അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ ദൈവിക ശക്തി ഈ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാർഗരോഗങ്ങൾ, തീരാവേദികൾ, വിസർപ്പ രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, PCOD രോഗങ്ങൾ, നടുവ് രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ, കരളിൻ്റെ രോഗങ്ങൾ, ബ്രെയിൻ്റെ രോഗങ്ങൾ, മുടി കൊഴിയുന്ന അവസ്ഥകൾ, എല്ലാവിധത്തിലും അലർജികൾ, ത്വക്കലർജികൾ, സിസ്റ്റ് അലർജികൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈശോ ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ മക്കളെ, ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുമ്പോൾ, അമ്മയുടെ മാധ്യസ്ഥതയിലണയുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വിശക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മനസ്സാണ് ദൈവത്തിൻ്റെത്. അതാണ് ഈശോ പറയുന്നത്, ഞാൻ വെറും കൈയോടെ അവരെ പറഞ്ഞയച്ചാൽ അവരെ വഴിയിൽ തളർന്ന് വീഴത്തില്ലേ എന്ന് ചോദിക്കണം. കുറച്ച് പേർക്ക് വീഞ്ഞ് കിട്ടി, കുറച്ച് പേർക്ക് കല്യാണത്തിന് വന്നവർക്ക് വീഞ്ഞ് കിട്ടിയില്ല. അങ്ങനെ സിറ്റുവേഷൻസ് കർത്താവ് ഉദ്ദേശിക്കുന്നില്ല. എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഭൗതിക സാഹചര്യങ്ങളെ ഈശോ കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ ഒരു മനസ്സ് വെളിപ്പെടുത്തുന്നത്. എനിക്ക് ദൈവത്തിൻ്റെ ഈ മനസ്സിനെക്കുറിച്ച് പണ്ട് മുതലേ ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ മനസ്സെന്താണ്? ദൈവത്തിൻ്റെ മനസ്സ് പാവപ്പെട്ടവൻ്റെ കൂടെയാണ്. പാവപ്പെട്ടവനെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇല്ലാത്തവനെന്നല്ല എൻ്റെ അർത്ഥം. അത് മാത്രമില്ല, ഏതെല്ലാം തരത്തിൽ നിനക്ക് ഇല്ലായ്മ ഉണ്ടോ അവൻ്റെ കൂടെയാണ് കർത്താവ് നിൽക്കുന്നത്. എല്ലാം പരിഹരിക്കാൻ നിന്നെ ദൈവത്തിന് കഴിയും. ദൈവത്തിന് എല്ലാത്തിനും മറുപടിയുണ്ട്. നീ ചെയ്യേണ്ട നിൻ്റെ ഈ ജീവിത സാഹചര്യത്തിൽ നീ പ്രാർത്ഥിക്കേണ്ടത്, ദൈവം വരണേ നിൻ്റെ ഹൃദയത്തിലെന്ന്. ഈ ഒരു കുറവ് നോക്കിക്കൊണ്ട് ഇത് നികർത്താൻ വേണ്ടി എൻ്റെ രക്ഷകനായ എൻ്റെ ദൈവമേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ പറഞ്ഞ്, കർത്താവേ എൻ്റെ കുടുംബത്തിലെ, എൻ്റെ ജീവിതത്തിലെ വിദ്യാഭ്യാസപരമാകാം, അതിർത്തി തർക്കമാകാം, വീടില്ലാത്ത അവസ്ഥയാകാം, വഴിയും വസ്തുവില്ലാത്ത അവസ്ഥയാകാം, ജോലിയില്ലാത്ത അവസ്ഥയാകാം, സാമ്പത്തിക തകർച്ചയാകാം. കർത്താവേ, ഈ കുറവ് നിവർത്തിക്കൊണ്ട് നീ തന്നെ നിന്റെ നാമത്തിലെ എൻ്റെ ജീവിതത്തിലെ അഭിഷേകമായി അടയാളം കാണിക്കണമേ. ഉടമ്പടി വച്ചിരിക്കുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. എല്ലാവരും മുട്ട നിൽക്കുക. സംഭവന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ
നമുക്കൊരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസം ജീവിക്കാനുള്ള വലിയ കൃപ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. ആവേ